ഇറാൻ്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ നിലവിൽ? ഇറാനിലെ തകർച്ച എത്രത്തോളം അവരുടെ അത് മഹാ കഷ്ടമായി പോയി. ഇവരുടെ ഒറിജിനൽ ഡിസൈൻ അനുസരിച്ച് ഇവർ പെരുമാറിയിരുന്നെങ്കിൽ ഇറാൻ ഭസ്മമായി പോയേനെ. ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അമേരിക്കയും ഇസ്രായേലും കൂടെ ആക്രമിച്ചു കഴിഞ്ഞാൽ. ഇസ്രായേലിൻ്റെ ഡിസൈനും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അതിൽ കൈവയ്ക്കും എന്ന് ഇസ്രായേൽ നന്നായിട്ട് അറിയാം. അതിന് പരിഹാരം എന്താ? ഹോർമൂസ് കടലിടുക്ക് ആദ്യം പിടിച്ചെടുക്കുക. ഹോർമൂസ് കടലിടുക്കിൻ്റെ അപ്പുറത്തായിട്ട് യുദ്ധത്തെ പരിമിതപ്പെടുത്തുക. അമേരിക്കൻ കപ്പൽപ്പട ഒന്നും രണ്ടുമല്ല 5 എണ്ണമാണ് ഹോർമൂസിൻ്റെ നേർക്ക് പോയത്. ഒരെണ്ണം പോലും ഹോർമൂസിൽ കയറിയില്ല. ഈ കപ്പൽപ്പട കടലിൽ യുദ്ധം ചെയ്യാനുള്ളതല്ലേ, അതോ കരയിൽ അടുപ്പിച്ചിട്ട് കളു കുടിക്കാനുള്ളതാണ്? ഇതൊക്കെ ഇസ്രായേൽ അമേരിക്കയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ 5 കപ്പൽപ്പട അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ 1000 കിലോമീറ്റർ ദൂരെയൊക്കെയാണ് കിടക്കുന്നത്, അങ്ങോട്ട് പോകാൻ ധൈര്യമില്ലാഞ്ഞിട്ടോ തീരുമാനമെടുക്കാഞ്ഞിട്ടോ. ധൈര്യമില്ല എന്ന് പറയാനും പ്രയാസമാണ്. കാരണം അസാമാന്യമായ പ്രൊഫഷണലിസം ഉള്ള പട്ടാളമാണ് അമേരിക്കൻ പട്ടാളം. അവർക്ക് ധൈര്യമില്ല, അവർ വിറച്ചു പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാം. പക്ഷേ ട്രംപിനെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, ഹോർമൂസ് കടലിടുക്കിൻ്റെ അപ്പുറത്ത് അമേരിക്കൻ ബേസസ് ഉണ്ട്, അവിടെ നിന്ന് ഇറാനെ ആക്രമിക്കുക. അതല്ലെങ്കിൽ കടലിടുക്ക് ഫോഴ്സിബിളി ഓക്കുപ്പൈ ചെയ്തിട്ട് ഇറാൻ്റെ തീരത്ത് നിന്ന് തന്നെ ഇറാനെ പുഷ് ചെയ്യാൻ തുടങ്ങുക. അപ്പുറത്ത് നിന്ന് ഇറാൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇസ്രായേൽ തള്ളും, ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് അമേരിക്ക ആക്രമിക്കും. അങ്ങനെ ചെയ്താൽ ഇറാൻ വല്ലാതെ വിഷമിച്ചു. ബ്ലേറ്റൻ്റായിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ആരും വരില്ല. രഹസ്യമായിട്ട് എന്തെങ്കിലും ചില്ലറ ആയുധങ്ങളൊക്കെ കൊടുക്കും, ചൈനയൊക്കെ കൊടുക്കും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇറാനെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഇതൊന്നും തന്നെ അമേരിക്ക ചെയ്തില്ല എന്നുള്ളതാണ് അത്ഭുതം. അങ്ങനെ രാവിലെ ഒരു തീരുമാനം പറയും, ഉച്ചയ്ക്ക് വേറൊരു തീരുമാനം പറയും, നിർത്തി എന്ന് പറയും, കഴിഞ്ഞു എന്ന് പറയും, വി ഹാവ് ഒബ്ലിറ്ററേറ്റഡ് എന്ന് പറയും. ഒബ്ലിറ്ററേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇസ്രായേലിന് നന്നായിട്ടറിയാം. ഇസ്രായേൽ ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇറാനെ സമ്പൂർണ്ണമായിട്ട് തകർത്തു എന്ന്. അതൊക്കെ ട്രംപിൻ്റെ വാചകമൊഴികളാണ്.